குருவாய் நின்று பரத்தை அருளும் நம சிவாயமே போற்றி. நமஸ்தே. സർവേശ്വരൻ എല്ലാവരെയും പരിപൂർണമായി കടാക്ഷിക്കട്ടെ. ഹൈറ്റാക് ഹാപ്പിനെസ് പരിപാടിക്ക് യാവരെയും നിങ്ങളുടെ തൃപ്പാദത്തെ ഞാൻ പരിപൂർണമായും സേവിക്കുന്നു. ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പോകുന്ന വിഷയം ശാശ്വതമായി ആ മഹാദേവനെ മനസ്സിൽ പൂർണ്ണമായി ഇരുത്തിക്കൊണ്ട് ഉപാസന മാർഗം അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് ശാശ്വതകാലമും ജീവിതത്തിൽ വിജയമുണ്ടാവാനും സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവാനും നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഗുണം ഒരേപോലെ തുല്യമാവാനും വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ്. നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മേൻ്റെയും തൃപ്പാദത്തിൽ തൊട്ടുകൊണ്ട് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാരുടെ തറവാട്ട ദേവന്മാരെയും പ്രാർത്ഥിച്ചുകൊണ്ട് സർവ ഋഷിവര്യന്മാരെയും പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാർത്ഥമായി നിങ്ങൾക്ക് ഞാൻ ഉപദേശിക്കാൻ പോവുകയാണ്. ഇത് നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോട് രണ്ടും കൈയും സ്വീകരിക്കേണ്ടതാണ്. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് നല്ല പരിഹാരമാവും. രണ്ട് വിധമായ വിഷയങ്ങളാണ് ഉള്ളത്. ഒന്ന് കാമ്യഭക്തി, ഒന്ന് നിഷ്കാമ്യ ഭക്തി. കാമ്യഭക്തി എന്ന് പറഞ്ഞാൽ അപ്ലിക്കേഷൻ, എനിക്ക് അത് വേണം ഇത് വേണം എന്ന് ഉള്ളതാണ് കാമ്യഭക്തി. നിഷ്കാമ്യ ഭക്തി എന്ന് പറഞ്ഞാൽ ഒരു അപ്ലിക്കേഷൻ ഇല്ലാതെ കണ്ട് ഉള്ളത്തിൽ ആ ഉള്ളിൽ നിൽക്കുന്ന ആ ബ്രഹ്മത്തിനെ ദർശിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ദൈവത്തോട് അപേക്ഷ കൊടുക്കണ്ട. ഇത് നിങ്ങൾ സത്യസന്ധമായി ചെയ്താൽ ആത്മാർത്ഥമായി നിങ്ങൾക്കിത് വരും. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ അത് ചോദിക്കണം ഇത് ചോദിക്കരുത്. നിസ്വാർത്ഥമായി ഇത് ചെയ്യുക. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർ 9ാം ഭാവം അതാണ് ഉപാസന. 9ാം ഭാവം ഉപാസനയാണ്. അതുകൊണ്ട് ചില ആൾക്കാർ നക്ഷത്ര ദേവതയെടുക്കൂ, ചില ആൾക്കാർ ആ ദേവതയെടുക്കൂ, ചില ആൾക്കാർ പറയും ഈ ദേവതയെടുക്കൂ. നിങ്ങൾക്ക് ഏത് ദേവതയും എടുക്കാം. പക്ഷേ അതിൻ്റെ ശരിയായ വശത്തിൽ ഉപാസിച്ചാലാണ് നിങ്ങൾക്കത് പൂർണ്ണത കൈവരിക്കാം. അതുകൊണ്ട് ഞാൻ 3 രീതിയിൽ നിങ്ങൾക്ക് പറയാൻ താല്പര്യമുണ്ട്. അശ്വതി, ഭരണി, കാർത്തികക്കാർക്ക് 9ാം ഭാവം എന്ന് പറയുന്നത് വ്യാഴനാണ്, ധനുരാശിയാണ്. ആ വ്യാഴൻ സ്വക്ഷേത്രം, മൂലക്ഷേത്രം വെച്ചിട്ട് ഉപാസന എടുക്കാം. പക്ഷേ ഇത് 9ാം ഭാവം കൊണ്ട് തന്നെ നിങ്ങൾ ഉപാസിക്കണമെങ്കിൽ ദക്ഷിണാമൂർത്തിയാണ് നിങ്ങൾ ഉപാസിക്കാം. അതുകൊണ്ട് ദക്ഷിണാമൂർത്തിയാണ് നിങ്ങൾ ഉപാസന എടുക്കേണ്ടത്. ആ മന്ത്രം ഞാൻ നിങ്ങൾക്ക് ഉപദേശിച്ച് തരാം. നിങ്ങൾ സത്യസന്ധമായി ജീവിതത്തിൽ ഇത് ചെയ്യാം. ഇതിന് എപ്പോഴാണ് ചെയ്യേണ്ടത്, ഇതിന് മുഹൂർത്തമില്ല, തിരിയില്ല, യോഗമില്ല. നിങ്ങൾക്ക് എപ്പോഴാണ് ഉപാസിക്കേണ്ട ആ രീതിയിൽ ലഘൂകരിച്ച് ഞാൻ പറഞ്ഞു തരാം. ഇത് നിങ്ങൾ വൃത്തിയോടുകൂടി ജീവിതത്തിൽ ചിട്ടപ്പെടുത്തി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് വരും. നിങ്ങളത് അനുഭവിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതിനെക്കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. 3 രീതിയിൽ ഞാൻ ഇതിനെ നിങ്ങൾക്ക് കണ്ടെത്തി തരാം. വാസിയോഗം ചെയ്തിട്ടേ, നാഡിശുദ്ധി ചെയ്തിട്ടേ മന്ത്രം ജപിക്കാവൂ. നാഡിശുദ്ധി ചെയ്യാതെ കണ്ട് മന്ത്രം ജപിച്ചാൽ അത് നിങ്ങൾക്ക് നെഗറ്റീവായി പോകും. അതിനെക്കുറിച്ച് ഞാൻ കുറേ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിന് മുൻപ് എൻ്റെ എല്ലാ അപ്ഡേറ്റ് കണ്ടാൽ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റും.
അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോണത്. ഇത് നിങ്ങൾ ഏത് സമയവും ചെയ്യാം, പക്ഷേ നിങ്ങളുടെ മനസ്സ് ഫ്രീ ആയിരിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് ഉച്ചയ്ക്കാണ് ഇനി ചെയ്യാമെങ്കിൽ അത് ഉച്ചയ്ക്കാവാം. ഇല്ല തിരുമേനി, എനിക്ക് ആ ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ വേണമെങ്കിൽ ആ മുഹൂർത്തത്തിലും ചെയ്യാം. ഇനി നിങ്ങൾക്ക് രാത്രിയാണ്, പ്രവാസികൾക്ക് രാത്രിയാണെങ്കിൽ രാത്രിയും ചെയ്യാം. എന്തിനാണ് അങ്ങനെ പറയണത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഫ്രീ ഉള്ള സമയം മാത്രമേ നിങ്ങൾ ബ്രെയിൻ റിലാക്സ് ആയിരിക്കും. ബ്രെയിൻ റിലാക്സ് ആകുന്ന ടൈമിൽ ജപിക്കുമ്പോഴാണ് ഒരുപാട് ഗുണങ്ങൾ കൈവരിക്കാൻ പറ്റുക. ഞാൻ ഇന്ന സമയത്തിൽ നിങ്ങൾ ഉപാസിക്കാവൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് മാനസിക പിരിമുറുക്കുള്ള സമയത്ത് ജപിച്ചാൽ ആ പ്രശ്നം മൾട്ടിയാവും, 2 ഇരട്ടി വർദ്ധിക്കുക ചെയ്യുക. അതുകൊണ്ട് ഇത് നിങ്ങളുടെ ഫ്ലോ, ഇൻഫിനിറ്റി, ബ്രഹ്മം പറന്നു കിടക്കുന്ന ഒരു അനന്തതയാണ്. അതിൽ രൂപപ്പെടുത്തിയാണ് ഞാൻ നിങ്ങൾക്ക് വിളമ്പുന്നത്. അതുകൊണ്ട് ആത്മാർത്ഥമായി ഇത് നിങ്ങൾക്ക് സ്വീകരിക്കാം, ഗുണം വരും. എങ്ങനെ ഉപാസിക്കണം? ഇത് നിങ്ങൾ ഫ്രീ ടൈമിൽ ഈ അപ്ഡേറ്റ് നിങ്ങൾ കേൾക്കണം. നിങ്ങൾ ബ്രെയിൻ ആൽഫ ലെവലിൽ എത്തിയിരിക്കുന്ന സമയത്താണ് ഇത് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ റിലാക്സ് ടൈം എന്ന് പറയാം. ഇത് എങ്ങനെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഏത് ദിക്കോട്ട് ഇരിക്കാം, കിഴക്ക് നോക്കിയിരിക്കാം, പടിഞ്ഞാറ് നോക്കിയിരിക്കാം. അത് ഈ പ്രപഞ്ചം മുഴുവൻ പ്രകാശം തന്നെ, ഇൻഫിനിറ്റിയാണ്. അതിനെ ദിക്ക് വെച്ചിട്ട് ഒതുക്കരുത്. നിങ്ങൾ ഏത് ദിക്കിലും ഇത് ചെയ്യാം. ചില ആൾക്ക് പറയും തെക്കിൽ നിന്നാൽ മരണഭയം. ഒന്നും സംഭവിക്കില്ല. ആത്മശുദ്ധിയോടുകൂടി ചെയ്യുക എന്ന് മാത്രം. ആദ്യം നിങ്ങൾ കിഴക്കോട്ടാവാം. പറയാൻ ഇൻഫിനിറ്റി മുഴുവൻ നിറഞ്ഞു കിടക്കാം ആ ബ്രഹ്മത്തിന്റെ അനന്ത പ്രകാശം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ഏത് ദിക്കിലും ഇരിക്കാം, എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം. കസേരയിൽ ഇരുന്ന് കൊണ്ട് ഉപാസിക്കാം, ഇതുപോലെ ആസനമിട്ട് ഉപാസിക്കാം. നിങ്ങൾ വളരെ വിഷമിച്ച് ഒരു കാലത്ത് മോലക്കിട്ട് സിദ്ധാസനം ഇട്ട് കയ്യും കാലിൽ തരിപ്പ് വന്നാൽ ബ്രെയിനിലെ ചെറിയ വ്യത്യാസങ്ങൾ വരും. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഇരിക്കാൻ സുഖമോ ആ സുഖത്തിലിരുന്ന് ആത്മാർത്ഥമായി നിങ്ങൾ ഇതിനെ ചെയ്യണം. ആദ്യം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നത് അശ്വതി, ഭരണി, കാർത്തികക്കാർക്ക് 9ാം ഭാവം ഉപാസനയാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടത്? തറവാട്ടിൽ വേറെ ദൈവങ്ങളാവാം, ചിലപ്പോൾ ഭൈരവനാവാം, ചിലപ്പോൾ കുട്ടിച്ചാപ്പനാവാം, ചിലപ്പോൾ ഗുളികനാവാം. അതേക്കുറിച്ച് ചിന്തിക്കേ വേണ്ട. ഈ രീതി ചിന്തിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അതിന് ഫ്ലാഷ് കറക്റ്റാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ദിക്കിലും ഇരിക്കാം, എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ 3 രീതിയിൽ പറയും. ഫസ്റ്റ് ഹിപ്നോതെറാപ്പി, 2 വാസിയോഗം, 3 ഉപാസന യോഗം. ഇത് എന്തിനാ ഫാസ്റ്റ് ഹിപ്നോതെറാപ്പി എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നെഗറ്റീവ് മൈൻഡ് സെറ്റിങ്സ് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉപാസന നിങ്ങൾക്ക് നെഗറ്റീവ് ആവും. പറയാൻ കാരണം ഇത് ഒരു എനർജിയാണ്, ഒരു ചൈതന്യമാണ്. നിങ്ങൾ കയ്യിലിരിപ്പ് മോശമാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കയ്യിലിരിപ്പ് ദോഷത്തെ മൾട്ടി ചെയ്യും. അതുകൊണ്ടാണ് ആദ്യം ബ്രെയിൻ റീകോഡിങ് ചെയ്തിട്ട് വേണം ഈ ഉപാസന കടന്നു പോവാൻ. ഇത് നിങ്ങൾ ചെയ്തിട്ട് ഇതിൻ്റെ സുഖം നിങ്ങൾ കമൻസ് ബോക്സിൽ ധൈര്യപൂർവ്വം ഇടണം. അത് ഞാൻ കാത്തിരിക്കുകയാണ്. ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ, ചുമ്മാ ഇത് കണ്ണ് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഒരു 10 മിനിറ്റ് അല്ല വേണ്ടത്, 24 മിനിറ്റാണ്. തൽക്കാലം ഒരു 10 മിനിറ്റ് ഇങ്ങനെ ചുമ്മാ ഇരിക്കണം. ഇങ്ങനെ കണ്ണ് കൂട്ടിയിട്ട് നിങ്ങളുടെ ഉള്ളിലൊക്കെ നെഗറ്റീവ് മൈൻഡ് സെറ്റിങ്സ് ഉണ്ടാവും, പോസിറ്റീവ് മൈൻഡ് സെറ്റിങ്സ് ഉണ്ടാവും. കുറേ ആൾക്കാരെ നിങ്ങൾ പറ്റിച്ചിട്ടുണ്ടാവും, കുറേ ആൾ നിങ്ങൾ പറ്റിച്ചിട്ടുണ്ടാവും. ഇനി നിങ്ങൾ 5 വയസ്സിൽ നിന്ന് ഈ വയസ്സ് വരെ ഉള്ള എല്ലാ പാസ്റ്റ് അപ്ഡേറ്റുകളും റീകോളിങ് ചെയ്യണം. അവിടെ പോയത്, ഇവിടെ പോയത്, ഇന്ന വിഷയത്തിലാണ് ചീത്ത സ്വഭാവം, ഇന്ന വിഷയത്തിൽ എനിക്ക് നല്ല സ്വഭാവം, ഇന്ന വിഷയത്തിലാണ് ഹൈ പോസിറ്റീവാണ്, ഇന്ന വിഷയത്തിൽ ഞാൻ ഹൈ നെഗറ്റീവാണ്, ഇത്ര ആൾക്കാർ പറ്റിച്ചിട്ടുണ്ട്, ഞാൻ കറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പഴയ ഡേറ്റാസ് നിങ്ങൾ ബ്രെയിൻ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിനെ റീകോളിങ് ചെയ്യണം. പാസ്റ്റ് റീകോളിങ് ഇങ്ങനെ റീകോളിങ് ചെയ്തുകൊണ്ടേയിരിക്കണം. 24 മിനിറ്റാണ് വേണ്ടത്. വേണമെങ്കിൽ നിങ്ങൾ മൊബൈലിൽ അലാറം ഫിറ്റ് ചെയ്യാം. ആ 24 മിനിറ്റ് കഴിഞ്ഞിട്ട് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ, ഈ പ്രാണനെ നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യരുത്. കോൺസെൻട്രേഷൻ ചെയ്താൽ ബ്രെയിൻ സ്ട്രെസ് കൂടി
നിങ്ങൾ ഫോളിക് ആസിഡ് കുറവുണ്ടാകും, ഇറിറ്റേഷൻ വരും. എങ്ങനെ പറഞ്ഞാൽ ഈ ശ്വാസത്തിന് ഫീൽ ചെയ്യണം. ഇങ്ങനെ ഇരുന്നിട്ട് ഈ ശ്വാസം ഉള്ളോട്ട് പോണതും പുറത്ത് വരുന്നതും, ഈ ശ്വാസം ഉള്ളോട്ട് പോണതും പുറത്ത് വരണം. എങ്ങനെ പറഞ്ഞാൽ ഇതാ ഈ കയ്യിൽ അങ്ങനെ സ്പർശിക്കണം, അതേപോലെ വേണം. കണ്ണിനെ ക്ലോസ് ചെയ്ത് കണ്ണിനെ അമർത്തി പൂട്ടരുത്, മൃദുവായി പൂട്ടി വയ്ക്കുക. ഈ ശ്വാസത്തിനെ ധ്യാനിച്ചു കൊണ്ടേയിരിക്കുന്നതാ. ശ്വാസം പോകുന്നുണ്ട്, ശ്വാസം വരുന്നുണ്ട്. ഈ ശ്വാസത്തിനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നതാണ് വാസിയോഗം. ഈ വാസിയോഗം ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിൻ്റെ കറക്റ്റ് ഒരു ബ്രെയിനിൻ്റെ കറക്റ്റ് ഫ്രീക്വൻസി 70 തൊട്ട് 90 വരെയാണ്. പിന്നെ ആൽഫ ഫ്രീക്വൻസിയും ആൽഫ ലെവലും ബ്രെയിൻ കറക്റ്റ് ആവും. ഈ ശ്വാസത്തിന് തന്നെ ധ്യാനിക്കുക. ശ്വാസം ഉള്ളോട്ട് പോണതും പുറത്ത് വരുന്നതും, ശ്വാസം ഉള്ളോട്ട് പോകണം പുറത്ത് വരുന്നതും. ഇതൊരു ഫീൽനെസ് ദാ. ഇതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ കോൺസെൻട്രേഷൻ ചെയ്യും. കോൺസെൻട്രേഷൻ ചെയ്താൽ സ്ട്രെസ് കൂടും. ഇങ്ങനെ ശ്വാസത്തിനെ മാത്രം അതാ ഒരു 2 മിനിറ്റ്. ഈ ശ്വാസം അതിനെ തന്നെ ധ്യാനിച്ചിരിക്കണം. നിങ്ങളുടെ ബോധം മുഴുവനും ആ ശ്വാസത്തിൽ, നിങ്ങളുടെ ബോധം മുഴുവനും ശ്വാസം വരുന്നതും പോകുന്നതും. നല്ല ശരീരം ഫുള്ള് ഫ്രീ ആക്കി വിടാം. ഞാൻ ആണാണ് പെണ്ണാണ് കോൺഷ്യസ് വിടാം. ഇത് ചെയ്യുമ്പോൾ മനസ്സിനെ നിയന്ത്രിക്കുകയേ ചെയ്യരുത്. പറയാൻ കാരണം നിങ്ങൾ എന്തൊക്കെയാ ചെയ്തത് അതെല്ലാം ബ്രെയിൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരിക്കലും മനസ്സിനെ നിയന്ത്രിക്കരുത്. അവിടെ സൗണ്ട്, വാഹനത്തിൻ്റെ സൗണ്ട്, കാക്ക കരയുന്ന സൗണ്ട്, അപ്പുറത്തെ ടിവിൻ്റെ സൗണ്ട്, ഇത് എല്ലാം ഉൾക്കൊണ്ടിട്ട് അതിങ്ങനെ ധ്യാനിക്കുക. അത് ഒരു കുറച്ച് സമയം ധ്യാനിച്ചിട്ട് ശേഷം ഈ സ്പോട്ട് ഇതാ, ഈ സ്പോട്ടിൽ ഒരു ഘടികാരം ബോൾ, സ്പെക്ട്രം ബോൾ സങ്കല്പിക്കുക. 12, 1, 2, 3 ഇങ്ങനെ സങ്കല്പിച്ചിട്ട് അതിന് നടുക്ക്, അതിന് ന്യൂക്ലിയർ ഭാഗം നടുക്ക് സെൻട്രൽ നോക്കുക. ഈ സെൻട്രൽ നോക്കുക. ഈ സെൻട്രൽ നോക്കിക്കൊണ്ടേ ഈ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്ക് 9ാം ഭാവം വ്യാഴന. ഓം ഗുരുഭ്യോ നമോ. ഓം ഗുരുഭ്യോ നമോ. ഗുരുഭ്യോ നമോ. ഗുരുഭ്യോ നമോ. ഈ മന്ത്രം ഈ ബിന്ദു കണ്ണടച്ചാൽ ഒരു ഇരുട് പോലെ കാണും. എല്ലാവർക്കും കൊച്ചു കുട്ടികൾ വരെ കാണും. ആ ഇരുടിനെ ഫോക്കസ് ചെയ്യണം. ആ ഇരുടിനെ കണ്ണടച്ചാൽ ഒരു ഇരുട് പോലെ കാണും. എല്ലാവർക്കും ഇത് കണ്ണടച്ചാൽ ഒരു ഇരുട് കാണും. ഈ സ്പോട്ട് ഇതിന് സുളുമുണൈ എന്ന് പറയും. ഈ സ്പോട്ട് നടുക്ക് നോക്കിയിട്ട് ഒരു ഇരുട് പോലെ കാണും. ആ ഇരുടിനെ നോക്കിക്കൊണ്ടേ, ഇവിടെ നോക്കിക്കൊണ്ടേ ജപിക്കണം. ഇങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങൾക്ക് മതി എന്ന് തോന്നുന്നവരെ ജപിക്കണം. ജപിച്ചതിന് ശേഷം പെട്ടെന്നൊന്ന് കണ്ണ് തുറക്കരുത്. ഇത് ആദ്യം ബ്രെയിൻ റീകോളിംഗ്, സെക്കൻഡ് പ്രാണനെ മാത്രം ഫീൽ ചെയ്യുക, മൂന്നാമത്തത് ഈ സ്പോട്ട് നോക്കുക. അപ്പോൾ ബ്രെയിൻ റീകോളിങ്ങും വാസിയോഗം ചെയ്ത് മന്ത്രം ജപിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും. അനുഭവിച്ച് അറിയണം. ഇവിടെ നോക്കുമ്പോൾ പല നിറങ്ങളും, പ്രകാശം, കോസ്മിക്, ഇതിങ്ങനെ നിങ്ങൾ ഇതിൽ കൂടി ഒരു പ്രകാശ യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പിടുത്തം കിട്ടും എന്താണ് പ്രപഞ്ചം. അത് ഓരോരുത്തർ ഇത് വെച്ചിട്ട് എനിക്ക് ഈ പെണ്ണ് കെട്ടണം, പോയ പെണ്ണ് കിട്ടണം ജീവിക്കരുത്. എനിക്ക് ആ പെണ്ണിനെ അത് കിട്ടണം, പിന്നെ ഞാൻ സ്നേഹിച്ച ആ പെണ്ണ് കിട്ടണം, ആ പോയ ഭാര്യ തിരിച്ചു വരണം. അപ്ലിക്കേഷൻ വെക്കരുത്. നിങ്ങൾക്ക് എന്താ വേണ്ടതോ നാച്ചുറൽ നിങ്ങൾ എത്തിച്ചു ചേർക്കും. അതാണ് നാച്ചുറലിൻ്റെ കളി. ഇത് നാച്ചുറലിനെ കുറിച്ച് കൂടുതൽ അപ്ഡേറ്റുകൾ നാച്ചുറൽ സയൻസിനെ കുറിച്ചിട്ട് ഇനി വരും. ഇത് മാത്രം സത്യസന്ധമായി ജപിക്കുക. ഈ നക്ഷത്രക്കാർ ഏത് സമയമോ നിങ്ങൾ ബാത്റൂം പോകുമ്പോൾ, വരുമ്പോഴും, നടക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, എന്ത് ചെയ്യുമ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ ഓം ഗും
ഗുരുഭ്യോ നമ ഓം. ഈ മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കുക. ഇത് ജപിച്ചുകൊണ്ടിരിക്കാൻ മന്ത്രങ്ങൾ എത്രയോ ലക്ഷം ജപിക്കുമ്പോഴാണ് സിദ്ധി വരുത്തിക്കുക. അത് ഓരോരുത്തർക്കിനെ കാൺസെപ്റ്റ് അനുസരിച്ചിട്ട് പ്രസപ്പൻസ് അനുസരിച്ചിട്ടാ ഇരിക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വൃത്തിയോടുകൂടി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർ ചെയ്യണം. ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾ നേടിയെടുക്കും. അപ്ലിക്കേഷനോടുകൂടി ചെയ്യരുത്. നല്ല നിങ്ങളുടെ അച്ഛനെയും അമ്മേനെയും ഗുരു പരമ്പരയും ധ്യാനിച്ചിട്ട് വേണം ഇത് നിങ്ങൾ ആത്മാർത്ഥമായി ചെയ്യാൻ. സർവ്വ ഐശ്വര്യങ്ങൾ ഉണ്ടാവും. മേലും അപ്ഡേറ്റ്സുകൾ കാണാം, ഷെയർ ചെയ്യുക, ലിങ്ക് ചെയ്യുക. ഇന്ന് അപ്ഡേറ്റ് ചെയ്ത് മാങ്കാവ് ശ്രീ പേട്ടയ്ക്കൂർ മകൻ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. സർവേശ്വരൻ നിങ്ങളെല്ലാവരെയും പരിപൂർണമായി കടാക്ഷിക്കട്ടെ. നല്ല നമസ്കാരം, നന്ദി. ഓം ശിവോഹം.